ഖിയാമത്ത് നാളിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലവസാനത്തെ 3 വിഭാഗത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു വ്യക്തി അദ്ദേഹം ധനം ചെലവഴിക്കുന്നു, സദഖ നൽകുന്നു, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയുന്നില്ല, ഒരാളെയും അറിയിക്കാതെ. ഇത് ഞാനും എൻ്റെ റബ്ബും പിന്നെ ആ വ്യക്തിയും അറിഞ്ഞാൽ മതി, വേറെ ഒരാളും അറിയണ്ട. ഇങ്ങനെ തീരുമാനിക്കാൻ ചില്ലറ ക്ഷമ പോരാ. കാരണം പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു നന്മ 1-2 ആളുകളെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീ തെറ്റിന് ക്ഷണിച്ചാലും ഞാൻ പടച്ച റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കുക, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐന, അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന്, ആരും കാണയല്ല, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുക. ഇതൊരു വലിയ പുണ്യകർമ്മമാണ്. ഒറ്റക്കിരുന്ന് പടച്ചവനെക്കുറിച്ച് ചിന്തിക്കുക, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, എന്നിട്ട് കരയുക എന്ന് പറഞ്ഞാൽ അർശിൻ്റെ തണലാണ് അവർക്ക്. അള്ളാഹു അവരെ വെയിൽ കൊള്ളിക്കൂല, അല്ലെങ്കിൽ അവർക്ക് ചൂടുണ്ടാവില്ല. ഖിയാമത്ത് നാളിൽ തണൽ വിരിച്ചു കൊടുക്കുന്നതാണ് അർശിൻ്റെ തണൽ. ആ തണലിലായിരിക്കും. ഇഖ്ലാസിൻ്റെ പ്രതിഫലമാണ്, സത്യസന്ധതയുടെ പ്രതിഫലമാണ്.